തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയതിന് ശേഷം തിരുവാഭരണങ്ങൾ ചാർത്തിയുള്ള വിശേഷാൽ മഹാദീപാരാധന 6:30 നടക്കും. അതേസമയം തന്നെ പൊന്നമ്പലമേട്ടിൽ 6:40 മകര ജ്യോതി തെളിയും. ഒപ്പം ആകാശത്ത് മകര നക്ഷത്രം ഉദിക്കും. അത് കാണുന്നതിനായിട്ടുള്ള അയ്യനെ കണ്ട് വണങ്ങുന്നതിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തലക്ഷങ്ങൾ. നിരവധി വ്യൂ പോയിന്റുകളിൽ ആളുകൾ ഇതിനകം തന്നെ കാത്തിരിക്കുന്നത് നമുക്ക് കാണാം. അയ്യന്റെ പൂങ്കാവനമാകെ തീർത്ഥാടകരുടെ ശരണകീർത്തനങ്ങളാൽ മുഖരിതമായിരിക്കുകയാണ്. പർണശാല കെട്ടി തീർത്ഥാടകർ കാത്തിരുന്നത് അല്പസമയത്തിനകമായുള്ള ഈ നിമിഷത്തിനായിട്ടാണ്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയാൻ ഇനി അരമണിക്കൂറിന്റെ അകലം മാത്രം. പൂങ്കാവനത്തിലെ 18 മലകളിലുമുള്ള അയ്യപ്പന്മാരുടെ കാത്തിരിപ്പ് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മകരവിളക്കിന്റെ തത്സമയ വിവരണവുമായി വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം, സൂര്യഗായത്രിയും ഒപ്പം നമ്മുടെ റിപ്പോർട്ടേഴ്സും തത്സമയം നമുക്കൊപ്പം ചേരും. ഒപ്പം എല്ലായിടങ്ങളിൽ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുമാരും എത്തിച്ചുകൊണ്ടേയിരിക്കും. ശ്രീ അരുൺ സുബ്രഹ്മണ്യം, തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് അടുക്കുകയാണ്. ദേശത്തിന്റെയും ഭാഷയുടെയും വ്യത്യാസമില്ലാതെ ഒന്നു ചേർന്ന അയ്യപ്പന്മാർ, മാളികപ്പുറങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് അയ്യനെ ഒരു നോക്ക് കാണാനായാണ്. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നത് കാണുന്നതിനായിട്ടാണ്. എല്ലാ ഭക്തജനങ്ങളും ആ മകരജ്യോതി ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അയ്യപ്പ നിൻ്റകത്വവും സ്വാമി നിൻ്റകത്വവും, അത് തത്വം എന്ന് പറയുന്ന ആ വാക്കിനെ സൂചിപ്പിക്കുന്നു. എല്ലാവരുടെയും മനസ്സിലുള്ളത് ഓം എന്ന് പറയുന്ന ആ ഒരേ ഒരു വാക്ക് മാത്രമാണ്, ആ ഒരേ ഒരു ശബ്ദം മാത്രമാണ്. എല്ലാവരുടെയും നാവുകളിൽ ഒരേ ഒരു നാമം മാത്രമാണ്. അയ്യപ്പ നിൻ്റകത്വവും സ്വാമി നിൻ്റകത്വവും, സ്വാമിയെ ശരണമയ്യപ്പ, ഹരിഹര സുധനെ ശരണമയ്യപ്പ എന്നിങ്ങനെയുള്ള നിരവധി മന്ത്രങ്ങളുമായിട്ട് അവിടെ അയ്യപ്പ ഭക്തർ ആ മകര ദർശനത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അത് ശരംകുത്തിയും പിന്നിട്ട് ഘോഷയാത്ര ഇപ്പോൾ സന്നിധാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ 18 പടികളിലൂടെ ആ പേടകം കടന്ന് 3 പേടകങ്ങളിലായിട്ടാണത് വരുന്നത്. 2 പേടകങ്ങൾ മാളികപ്പുറത്തേക്കും 1 പേടകം അയ്യപ്പൻ്റേതുമായിട്ടുള്ളതാണ്. ആ 3 പേടകങ്ങളിലായിട്ട് ഘോഷയാത്ര കടന്നു വരുന്നത്. ആ 18 പടിയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 18 പടികളെന്ന് പറയുന്നത് ശബരിമലയുമായി പ്രതിനിധീകരിച്ചിരിക്കുന്ന 18 മലകളെ സൂചിപ്പിക്കുന്നു. അത് 18 തത്വങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ മൂലാധാരത്തിൽ നിന്നും തുടങ്ങി സഹസ്രാരപത്മത്തിലേക്കുള്ള 18 പടികളെയാണ്, ആ 18 പടികൾ സൂചിപ്പിക്കുന്ന ആ തത്വങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു. അത്തരത്തിൽ 6ാമത്തെ ചക്രം എന്ന് പറയുന്നതാണ് ആജ്ഞാചക്രം എന്ന് പറയുന്നത്. ആ ആജ്ഞാചക്രം ഉണർന്നവനാണ് ഓരോ ശാസനങ്ങളും പുറപ്പെടുവിക്കുന്നതെന്ന് പറയുന്നത്. അത്തരത്തിൽ ആ 6ാമത്തെ ആജ്ഞാചക്രം ഉണർന്ന അല്ലെങ്കിൽ ആജ്ഞാചക്രത്തിൻ്റെ അധികാരിയായിട്ടുള്ള ദേവനാണ് ശാസ്താവ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ശാസനാൽ താരേ അസ്തു ശാസ്ത്രപരികൃത എന്ന ശാസ്ത്രത്തിൻ്റെ ആ വ്യുൽപ്പത്തി പോലെ തന്നെ അത്തരത്തിലുള്ള നമ്മളുടെ ജീവിതത്തിന് വഴികാട്ടിയാകുവാനും അനുഷ്ഠിക്കേണ്ടതും എന്തൊക്കെയാണ് എന്നുള്ള ശാസനങ്ങൾ നൽകുന്ന അത്തരത്തിൽ ആജ്ഞാചക്രത്തിൻ്റെ കൂടി അധിഷ്ഠാന ദേവതയായിട്ടുള്ള മഹാശാസ്താവ്, ആ ശാസ്താവിൻ്റെ 18 പടികൾ കടന്ന് ആ പേടകം നമ്മുടെ സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഓരോ ഭക്തരും റിപ്പോർട്ടർ ലൈവിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ആ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള ദീപാരാധന 6:30 നമ്മളവിടെ നടക്കുക. അത്തരത്തിൽ ആ അയ്യപ്പൻ്റെ തിരുവാഭരണ പെട്ടിയിൽ അദ്ദേഹത്തിൻ്റെ ആയുധങ്ങളും ആഭരണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. ഇതിനുശേഷം ഇന്ന് വളരെ വിശേഷമായിട്ടുള്ള കളം പാട്ട് അവിടെ മാളികപ്പുറത്ത് നടക്കും. അയ്യപ്പൻ്റെ സമാധി സ്ഥലമാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്ന മാളികപ്പുറത്തിനടുത്തുള്ള മണിമണ്ഡപം എന്ന് പറയുന്നത്. അവിടെ നിന്നും ഇന്നു മുതൽ 5 ദിവസത്തേക്ക് അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് ശരംകുത്തിയാലിലേക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ മലയിലെ ഭൂതഗണങ്ങളെയെല്ലാം ഭക്തരുടെ വരവിനെ തുടർന്ന് മാറ്റി നിർത്തുകയും ഏറ്റവും അവസാന ദിവസം ആ ഭൂതഗണങ്ങളെയെല്ലാം കൂടി ഭഗവാൻ അവിടെ നിന്നും ആനയിച്ചു കൊണ്ടുവന്ന മാളികപ്പുറത്ത് ഗുരുതി നടത്തുന്നതോടുകൂടിയാണ് ഈ മകരവിളക്ക് മഹോത്സവത്തിന് സമാപ്തിയാകുന്നത്. അത്തരത്തിൽ ആ അയ്യപ്പൻ്റെ സമാധി സ്ഥലമായിട്ടുള്ള മണിമണ്ഡപത്തിന് അടുത്തുള്ള മാളികപ്പുറത്തേക്കുള്ള 2 പേടകങ്ങളും അയ്യപ്പനെ ചാർത്തുവാനായിട്ട് പന്തളം രാജാവിൻ്റെ ഭാഗത്ത് നിന്നും കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിടുന്ന തിരുവാഭരണങ്ങളടങ്ങിയ 3 പേടകങ്ങൾ ഇപ്പോൾ കടന്നു വരുന്ന മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഓരോ ഭക്തരും ആ സ്വാമിയെ ശരണമയ്യപ്പ തുടങ്ങിയ മന്ത്രങ്ങളാൽ അവരതെല്ലാം ജപിച്ചുകൊണ്ട് നാവിലെല്ലാം ഒരേ മന്ത്രവും മനസ്സിൽ ഒരേ ചിത്രവും ഒരേ ഈശ്വരനെയും ധ്യാനിച്ചുകൊണ്ട് ആ എല്ലാ ഭക്തജനങ്ങളും എല്ലാ സ്വാമിമാരും, അവരെല്ലാം സ്വാമിമാരെന്ന് തന്നെയാണ്, അയ്യപ്പന്മാരെന്നാണ് വിളിക്കുക. അവർ മാളികപ്പുറമാണ്. അത്തരത്തിൽ എല്ലാ ഭക്തരെയും ഇത്തരത്തിൽ ഭഗവാന്റെ നാമം കൂട്ടി വിളിക്കുന്ന ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഒരേ ഒരു തീർത്ഥാടന കേന്ദ്രവും ഇതുമാത്രമാണ് എന്നത് ഇതിൻ്റെ ശബരിമലയുടെ മാത്രം വിശേഷതയാണ്. ഇത്തരത്തിൽ നമ്മൾ കുംഭമേള നടക്കുന്ന ഒരു 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന മഹാകുംഭമേള നടക്കുന്ന ഒരു വലിയ ഒരു സമയത്തു കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഈ മകരവിളക്ക് നടക്കുന്നത്. ഇത്തരം ആ ഉത്തരായനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ മകര സംക്രമം ഇന്ന് രാവിലെയോടുകൂടി സൂര്യൻ മകരം രാശിയിലേക്ക് പ്രവേശിച്ചു. അത്തരത്തിൽ ആ മകര
രാശിയിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ സന്ധ്യയിൽ നടക്കുന്ന ആ ത്രിസന്ധ്യയിൽ നടക്കുന്ന സന്ധ്യയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ സന്ധ്യാസമയത്ത് ഇരുട്ട് വന്ന സമയത്താണ് ആ മകരജ്യോതി അവിടെ പ്രകാശിക്കുന്നത്. അങ്ങനെ ആ മകരജ്യോതി പ്രകാശിക്കുമ്പോൾ ഓരോ ഭക്തരുടെയും ഓരോ അയ്യപ്പൻ്റെയും മനസ്സിൽ അത്തരത്തിൽ ആ ജ്യോതി പ്രകാശിക്കുകയും അവരുടെ ജീവിതം പ്രകാശമാനമാകുകയും ചെയ്യുമെന്നാണ് ഇത്തരത്തിൽ മകരവിളക്ക് കണ്ടു കഴിഞ്ഞാലുള്ള ആ ദർശനത്തിൻ്റെ ഫലമായിട്ട് ഓരോ വിശ്വാസികളും കരുതുന്നത്. അത്തരത്തിൽ ആ അവരവരുടെ എല്ലാം ജീവിതം തെളിച്ചപൂർണ്ണമാക്കുവാനായിട്ട് പ്രകാശപൂരിതമാക്കുവാനായിട്ടുള്ള ആ കാത്തിരിപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ ഈ സന്നിധാനത്തും പൊന്നമ്പലമേട്ടിലും ഒക്കെ ആയിട്ടുള്ള ആ ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊന്നമ്പലമേട്ടിന് കാന്തമല എന്നൊരു പേര് കൂടി ഉള്ളതായിട്ടാണ് പറയപ്പെടുക. അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രം അവിടെ പണ്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് പിന്നീട് മറഞ്ഞുപോയി എന്നുള്ളതാണ് പലരും പറയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ അയ്യപ്പൻ്റെ പൊന്നമ്പലമേട്ടിൽ അത്തരത്തിലൂടെ സുജയ പാർവതി നിൽക്കുന്ന ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ആ സ്ഥലം എന്ന് പറയുന്ന അയ്യപ്പൻ്റെ പൊന്നമ്പലമേടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ടും ആ ക്ഷേത്രം മൺമറഞ്ഞു പോയതായിട്ടും വാനപ്രസ്ഥാശ്രമിയായിട്ടുള്ള ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ആ ക്ഷേത്രമായിരുന്നു എന്നൊക്കെയാണ് ചരിത്രങ്ങൾ നമ്മളോട് പറയുക. അത്തരത്തിൽ ആ പൊന്നമ്പലമേട്ടിൽ നടക്കുന്ന ആ ജ്യോതി തെളിയുന്ന ആ അസുലഭമായിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള സമയത്തിനായിട്ട് ഓരോ ഭക്തരും കാത്തു നിൽക്കുന്ന ആ ഘോഷയാത്ര കടന്നു വരുന്ന ആ അയ്യപ്പ തിന്തകത്വമൊക്കെ പാടി ഓരോ ഭക്തജനങ്ങളും അയ്യപ്പനെ മാത്രം മനസ്സിൽ അവർ അയ്യപ്പൻ്റെ ആ നാമം വിളികളിൽ തന്നെ സന്തോഷഭരിതരായിട്ട് ആ മേളവാദ്യങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി എല്ലാവരുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അത്തരത്തിലുള്ള വിശിഷ്ട വ്യക്തികളെല്ലാം തന്നെ ആ തിരുവാഭരണത്തെ സ്വീകരിച്ചു കൊണ്ടുവരുന്ന മനോഹരമായിട്ടുള്ള ആ ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി ലക്ഷക്കണക്കിന് ഭക്തരാണ് ഈ സമയത്ത് ഈ ഓരോ സ്ഥലങ്ങളിലുമായിട്ട് തമ്പടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്.